ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കണം. കാരണം അതിൻ്റെ റഫേജ് കണ്ടന്റ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു ആപ്പിൾ എടുക്കുക, ഒരു ആപ്പിൾ നമ്മൾ ആപ്പിളായിട്ട് കഴിച്ചാലാണോ അതോ ആപ്പിൾ ജ്യൂസായിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ കാലറി ബോഡിയിലേക്ക് അബ്സോർബ് ആവുന്നത്? ഏതിലായിരിക്കും? ഫ്രൂട്ടായിട്ട് കഴിക്കുമ്പോഴാണോ? അല്ല, ജ്യൂസ് ആകുമ്പോഴാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പിളിന് അതിൻ്റെ റഫേജ് ഉണ്ട്, അതിൻ്റെ ഫൈബർ. അപ്പോൾ അതിനെ നമ്മൾ ജ്യൂസായി കഴിഞ്ഞാൽ അതിൻ്റെ ഫൈബേഴ്സ് എല്ലാം ഡിസ്റ്റോർട്ടഡ് ആയി പോകും. ഇപ്പോൾ ഈ ഫൈബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബോഡിയിലെ ഈ ഫാസ്റ്റ് അബ്സോർപ്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു സംഭവം, അത് ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവം. പക്ഷെ ആൾക്കാർ ജ്യൂസ് ആക്കുമ്പോഴേക്കും അതിൻ്റെ പെട്ടെന്ന് അതിലേക്ക് പോകുമ്പോൾ ആ ഫൈബർ ഡിസ്റ്റോർട്ടഡ് ആയി പോകും. അപ്പോഴേക്കും ബോഡിയിലേക്ക് അത് അബ്സോർബ് ചെയ്യുന്നത് ഫാസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഒരു 100 ഗ്രാം ആപ്പിൾ എത്ര കാലറി ആണോ അത് ജ്യൂസാക്കി കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി ജ്യൂസ് ആകുമ്പോൾ അതിൻ്റെ കാലറീസ് കൂടുതലായിരിക്കും ബോഡിയിൽ അബ്സോർബ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതൊരു ബേസിക് ഒരു കൺസെപ്റ്റാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അതാണ് ഇഷ്ടം, ജ്യൂസാക്കി കുടിക്കാൻ. ജ്യൂസായാലും ഏത് ഫ്രൂട്ട് നമ്മൾ ആൾട്ടർ ചെയ്താലും നമ്മളത് അതിൻ്റെ ശരിക്കുള്ള അതിൻ്റെ ന്യൂട്രീഷൻ ഇത് ചേഞ്ച് ചെയ്യും.